വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം അസം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ. ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. മൂന്നാം സ്ഥാനം കേരളം. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം ജാർഖണ്ഡ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? അസമാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളും മൂന്നാം സ്ഥാനം കേരളവുമാണ്. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം ഏതാണ്? അത് ജാർഖണ്ഡാണ്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. ഇവിടുന്ന് അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ഹമാരി മലയാളം. അപ്പോൾ അത് എന്താണ്? അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? അനന്യ മലയാളം. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1945 ഒക്ടോബർ 16. അപ്പോൾ ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 16. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1945 ഒക്ടോബർ 16. 1979 ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ 20ാമത് ജനറൽ കോൺഫറൻസിലാണ് ലോക ഭക്ഷ്യദിനം പ്രഖ്യാപിച്ചത് എന്ന് 1979 ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ 20ാമത് ജനറൽ കോൺഫറൻസിലാണ് ലോക ഭക്ഷ്യദിനം പ്രഖ്യാപിച്ചത്. ലോക ഭക്ഷ്യദിനം ആദ്യമായിട്ട് ആചരിച്ചതെന്നാണ് 1981.